എല്ലാവർക്കും നമസ്കാരം. ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ പരീക്ഷ കഴിഞ്ഞു. സാധാരണഗതിയിൽ ഒരു പരീക്ഷ കഴിയുമ്പോൾ ഇന്ന് ഏകദേശം 12:30 പരീക്ഷ കഴിഞ്ഞു. ഞാൻ പ്രതീക്ഷിക്കും നമുക്ക് ഏകദേശം 10 ഗ്രൂപ്പുകളുണ്ട്. ഈ 10 ഗ്രൂപ്പിലെ കുട്ടികളുടെ മെസ്സേജ് ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. കാര്യം അവർ നമ്മൾ പഠിപ്പിച്ചതൊക്കെ വന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് നമ്മൾ മെസ്സേജ് അയക്കും, അവർ റിപ്ലൈ ചെയ്യും. കഴിഞ്ഞ ദിവസം തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പരീക്ഷ കഴിഞ്ഞു. നമ്മൾ പഠിപ്പിച്ചതിൻ്റെ മെജോറിറ്റി ചോദ്യങ്ങൾ ചോദിച്ചു. കെമിസ്ട്രി ബേസ്ഡ് എക്സാം ആയിരുന്നു. വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസമാണ് ഇപ്പോൾ ഈ എക്സാം കഴിയുന്നത്. ആദ്യം ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു, സാറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് പാടായിരുന്നു എങ്കിലും എഴുതിയിട്ടുണ്ട്. വേറെ കുട്ടികൾ വിളിച്ചു പറഞ്ഞു, സാറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഗ്രൂപ്പുകളിലേക്ക് വന്നപ്പോഴത്തേക്ക് പൊതുവായ ഒരു അഭിപ്രായം തേടിയപ്പോൾ എല്ലാവരും മെജോറിറ്റി കുട്ടികളും ടഫാണെന്നാണ് ഗ്രൂപ്പിൽ പറയുന്നത്. ഞാൻ ആ 10 ഗ്രൂപ്പ് നോക്കി, 10 ഗ്രൂപ്പിലെ മെസ്സേജുകളൊക്കെ നോക്കിയിട്ട് മനസ്സിലായ കാര്യം ഇതാണ്, പല കുട്ടികളും ടഫാണെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ടഫാണെന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു കാര്യം കാണണമല്ലോ. ഞാൻ ആ ക്വസ്റ്റ്യൻ വാങ്ങിച്ച് നോക്കി. ഞാൻ കെമിസ്ട്രി ബേസ്ഡാണെങ്കിലും ഞാൻ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാമല്ലോ, ആ ക്വസ്റ്റ്യൻ ഏകദേശം 30 മുകളിൽ ചോദ്യങ്ങൾ നന്നായിട്ട് വാങ്ങിച്ച് നോക്കണം. അപ്പം ആ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നന്നായിട്ട് വായിച്ചു നോക്കണം. 1.5 മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്നായിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ പോലും 1.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്ന് വെറ്റിനറിയും അങ്ങനെ ടോപ്പിക്സൊക്കെ ഹയർ എക്സ്പേർട്ടുകൾ, എനിക്കൊന്ന് വെറ്റിനറിയുടെ സർജന്മാരോ അല്ലെങ്കിൽ അവർക്ക് MD അവരുടെ PG എല്ലാം ക്വസ്റ്റ്യൻ ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ PSC അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പരീക്ഷകളാണെങ്കിൽ ചെയ്യേണ്ട കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ എണ്ണം കുറയ്ക്കണം. കാര്യം 1.5 മണിക്കൂറേ ആകെ നമ്മുടെ സമയമുള്ളൂ. ആ 1.5 മണിക്കൂറുകൊണ്ട് 33 അല്ലെങ്കിൽ 35 ചോദ്യങ്ങൾ വായിച്ചെടുക്കാൻ സമയമെടുക്കും, ഒന്ന് ആലോചിക്കാൻ സമയമെടുക്കും. അങ്ങനെ ഒരു മാനസിക പ്രശ്നങ്ങളുണ്ട്. ചിലപ്പം വെറ്റിനറി നന്നായിട്ട് പഠിച്ചിട്ട് പോയ കോൺഫിഡൻ്റ് പഠിച്ചു പോയ ആൾക്കാരുണ്ട്. ഈ ചില ആൾക്കാർ ഇപ്പോൾ MSc കെമിസ്ട്രി യോഗ്യത ഉള്ളവർ തന്നെ ചിലതിലൊക്കെ എക്സ്പേർട്ടാവും. ഫുഡ് ടെക്നോളജിയിൽ, വെറ്റിനറിയിൽ, ബയോ കെമിസ്ട്രിയിൽ, അല്ലെങ്കിൽ എന്താണ് ഡയറിയിൽ എക്സ്പേർട്ടാവും. ആ എക്സ്പേർട്ടാണ്, ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ്, മാസ്റ്റർ കി അക്കാഡമി പരീക്ഷയിൽ എനിക്ക് ഇത്രയും മാർക്ക് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് എക്സാം ഹാളിൽ ചെല്ലുമ്പോഴാണ് 1 only, 1 and 2 only, 1 and 2, 3 only, അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒന്ന് പതറിപ്പോകും. അപ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും. മനസ്സിൽ പറയും ഞാൻ ഡയറി കോൺഫിഡൻ്റ് ആണ്, പക്ഷെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ടെൻഷൻ ഉണ്ടാകും. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വിളിച്ചിട്ട് അവർക്ക് ടെൻഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് അറിയാം. കാര്യം കുറേ നാളുകളായിട്ട് ആത്മാർത്ഥമായി പഠിച്ചവരാണ് നിങ്ങൾ. ഈ ഒരു ജോലി നേടണമെന്ന് ആഗ്രഹിച്ചവരാണ് നിങ്ങൾ. ഇതിനെ പിറകെ നടന്നവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അല്പം ഒരു പ്രതീക്ഷ കണക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ലെന്നിരിക്കട്ടെ. ഒരു കാര്യം ഞാൻ രാവിലെ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, ക്വസ്റ്റ്യൻ പാടാണെങ്കിൽ എല്ലാവർക്കും പാടാണ്. എക്സാമിന് ഹാൾ പോകുന്നതിന് മുമ്പിട്ട വോയിസാണ്, ആ സമയത്ത് ഇടാൻ കാര്യം എല്ലാവരും കാണുമല്ലോ വെച്ചിട്ടതാണ്. നിങ്ങൾക്ക് പാടാണെങ്കിൽ എല്ലാവർക്കും പാടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക. 100-ൽ 99 മാർക്ക് ഒരിക്കലും കട്ട് ഓഫ് വരുത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ പെർഫോം ചെയ്യുക. അങ്ങനെ ചെയ്ത കുറേ കുട്ടികളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ജോലി നിങ്ങൾ പൂർത്തീകരിച്ചു. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ ഇതിൻ്റെ പ്രൊഫഷണൽ കീ വരുന്നതായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് പ്രൊഫഷണൽ കീ വെച്ച് എഴുതുക. ഏതെങ്കിലും ഉത്തരം നിങ്ങൾ എഴുതിയ ശരിയും ക്വസ്റ്റ്യനിനകത്ത് തെറ്റുമല്ല, പ്രൊഫഷണൽ കീക്ക് തെറ്റുമാണെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ പ്രൊഫൈലിൽ കൂടെ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഫൈനൽ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ടെൻഷൻ അടിച്ച് ഒന്നും കാര്യമില്ല. ഞാനിവിടെ ഈ തമ്പനെയിലിനകത്ത് വേണമെങ്കിൽ ഇങ്ങനെ ചേർക്കാമായിരുന്നു, ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷ കഴിഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനോട് ഒരു കാര്യം കൂടെ ചേർത്ത് വെച്ചു. എന്താ? ഇനി ഏത് പരീക്ഷയ്ക്ക് പഠിക്കണം? നിരന്തരമായി പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ വിജയം ഉണ്ടാകത്തുള്ളൂ. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു, അവിടെ ശകലം പിറകോട്ട് പോയി, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കണക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഇവിടെ വെച്ച് മടക്കി വെക്കാം എന്ന് വിചാരിക്കുന്നവർ ഒരിക്കലും വിജയിക്കത്തില്ല. നിങ്ങൾക്ക് വീണ്ടും പഠിക്കാൻ അവസരമുണ്ട്. അത് ഏതൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറയാം. ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏതൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക. ഒരുപാട് പരീക്ഷകൾ വരാൻ പോകുന്നു, ഒരുപാട് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. ഓൾറെഡി കുറേ നോട്ടിഫിക്കേഷൻ വന്നതാണ്. ഇതിനൊക്കെ ആത്മാർത്ഥമായി പഠിക്കുക. ഓരോ പരീക്ഷ കഴിയുന്തോറും മാസ്റ്റർ കി അക്കാഡമി ഒരുപാട് അപ്ഡേഷൻസ് വരുത്തും. ഇനി ഞങ്ങൾക്കറിയാം
പുതിയ പരീക്ഷ വരുമ്പോഴത്തേക്ക് 1 only, 1 and 2 only, 1, 2, 3 only, അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന്. FSOയ്ക്ക് നമ്മൾ കുറേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ്. കുറേ അപ്ഡേഷനുകൾ ഇനിയുള്ള പരീക്ഷകൾ നമ്മൾ വരുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് ഇനി ഏതൊക്കെ പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്യാം അത് നമുക്ക് നോക്കാം. അതാണ്ടേ ആദ്യം പറയുന്നത് MSc ഉള്ള MSc മൈക്രോബയോളജി, MSc ബയോകെമിസ്ട്രി, MSc MLT അവർ നമ്മുടെ FSO എക്സാം എഴുതി കാണത്തില്ല എങ്കിലും MSc മൈക്രോബയോളജിയും MSc ബയോകെമിസ്ട്രി ഉള്ളവർക്കുള്ള കിടിലൻ പോസ്റ്റാണ്. PGയിൽ പരീക്ഷയാണെന്ത് ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസ്. വളരെ അഭിമാനത്തോട് പറയട്ടെ, ഇന്ന് ഈ കോഴ്സ് വളരെ സക്സസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി. ഏറ്റവും കൂടുതൽ ഉദ്യോഗങ്ങൾ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ അക്കാഡമി തന്നെയാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണത്. ഇതിന് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, സമയമുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. പഴയൊരു സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നല്ല ക്ലാസ്സുകളാണ്, കൃത്യമായ രീതിയിൽ സ്റ്റഡി പ്ലാൻ എല്ലാം പോകുന്നുണ്ട്. ഇനി നമ്മുടെ ഫാക്കൽറ്റീസിന് കൊടുക്കാൻ നിർദ്ദേശം ഇതാണ്: നിങ്ങൾ ക്ലാസ്സിനകത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൂടെ വേണം. PG ആണ് ക്വാളിഫിക്കേഷൻ, ആ ലെവലിലെ ചോദ്യങ്ങളും കൂടെ വേണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, MSc മൈക്രോബയോളജിയോ ബയോകെമിസ്ട്രിയോ ഉള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാം. അടുത്തിലേക്ക് പോകാം. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, അതറിയാം. നമുക്ക് BSc കെമിസ്ട്രിയോ BSc ഫുഡ് ടെക്നോളജിയോ, ഫുഡ് ടെക്നോളജി പഠിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാണും. ഫുഡ് ടെക്നോളജി പഠിച്ചവർക്കുള്ള ഒരു വലിയ അവസരമാണ് ഏത് ടെക്നിക്കൽ അസിസ്റ്റന്റ്. BSc കെമിസ്ട്രിക്കാർക്കും പറ്റുമേ. അതിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ ഏതെങ്കിലും ദിവസമായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ബയോ കെമിസ്ട്രിക്കാർക്ക് വന്നു, മൈക്രോബയോളജിക്കാർക്ക് വന്നു, ഇപ്പൊ എന്താ ഫുഡ് ടെക്നോളജിക്കാർക്ക് വന്നു, കെമിസ്ട്രിക്കാർക്ക് വന്നു. ഓക്കെ, ആ ഫുഡ് ടെക്നോളജി പഠിച്ചവരും ബേജാറാവണ്ട, പഠിക്കുക. ഇനി MSc ബയോകെമിസ്ട്രി ഉള്ളവർക്കുള്ള ബയോകെമിസ്ട്രി പരീക്ഷ ഈ കോഴ്സുകളെല്ലാം മാസ്റ്റർ അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നതാണ്. MSc മൈക്രോബയോളജി പഠിച്ചിട്ടുള്ള ബയോകെമിസ്ട്രി പരീക്ഷ എവിടത്തേക്കാണ്? മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. അതിന്റെ എക്സാം ഡേറ്റ് എന്താണ്? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം. അടുത്തതാണ് കെമിസ്ട്രി. കേരള PSCയിലെ രാജാക്കന്മാർ. കേരള PSCയിലെ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വരുന്ന സബ്ജക്ട് ഏതാ വെച്ചാൽ MSc കെമിസ്ട്രി ആണെന്ന് പറയാം. MSc കെമിസ്ട്രി ആണ് കേരള PSCയിൽ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു സബ്ജക്റ്റ്. ഇപ്പം ടെക്നിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ കഴിഞ്ഞു. ഒരു കുട്ടി വിളിച്ചു, സാർ 75 മാർക്ക് എനിക്കുണ്ട്. വേറെ കുട്ടി വിളിച്ചു പറഞ്ഞു 80-ലധികം മാർക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ 100-ൽ 80 മാർക്കൊക്കെ വാങ്ങുന്ന വലിയ കാര്യം തന്നെയാണ്. അത് കെമിസ്ട്രി ബേസ് പരീക്ഷയിൽ. വീണ്ടും ഞങ്ങൾ 1ാം റാങ്ക് പ്രതീക്ഷിക്കുകയാണ് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി. നമുക്ക് നോക്കാം എത്ര പരീക്ഷ ഉണ്ടെന്ന് നോക്കാം. ജൂനിയർ അനലിസ്റ്റ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, അനലിസ്റ്റ് കേര ഫുഡ്, സയന്റിഫിക് അസിസ്റ്റന്റ് പത്തോളജി, ജൂനിയർ കെമിസ്റ്റ്, ഫിംഗർ പ്രിന്റ് സെർച്ചർ. 6 പരീക്ഷയാണ് MSc കെമിസ്ട്രി യോഗ്യതയുള്ളവർക്കുള്ളത്. 6 പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ജൂനിയർ അനലിസ്റ്റ് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളായിരിക്കും പരീക്ഷ നടക്കാൻ പോകുന്നത്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളായിരിക്കും. അനലിസ്റ്റ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളായിരിക്കും. സയന്റിഫിക് അസിസ്റ്റന്റ് പത്തോളജി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസം പരീക്ഷ നടക്കും. ജൂനിയർ കെമിസ്റ്റ് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസം പരീക്ഷ നടക്കും. ഫിംഗർ പ്രിന്റ് സെർച്ചർ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടക്കും പരീക്ഷ നടക്കും. അപ്പോൾ അതാണ് MSc യോഗ്യതയുള്ള 6 പരീക്ഷകൾ. ഇനി BSc കെമിസ്ട്രിക്കാർക്കുണ്ട്. ഈ കൂട്ടത്തിൽ കാണത്തില്ല എങ്കിൽ ഞാൻ പറയുകയാണ്, BSc കെമിസ്ട്രിക്കാർക്കുള്ളത് 4 പരീക്ഷയാണ്. ജൂനിയർ അനലിസ്റ്റ് KMML, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, അനലിസ്റ്റ് കേര ഫുഡ്, ഫിംഗർ പ്രിന്റ് സെർച്ചർ. അപ്പോൾ നിങ്ങൾ പഠിത്തം സ്റ്റോപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നന്നായി പഠിക്കുക. സെൻട്രൽ ഗവൺമെന്റ് കുറേ നോട്ടിഫിക്കേഷൻ വരുമെന്ന് അറിയുന്നുണ്ട്, കൺഫേം അല്ല. അപ്പോൾ അത് വരുമ്പോൾ ഉറക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അവസാനമായി പറയട്ടെ, ഇത് അവസാനമല്ല. നിങ്ങളുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ പരീക്ഷ ടഫായിരുന്നു, പൊതുവെയുള്ള അഭിപ്രായം അങ്ങനെയാണ് എന്നും പറഞ്ഞ് നിങ്ങൾ പഠിക്കാതിരിക്കേണ്ട. ആവേശത്തോടെ പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. എപ്പോഴും പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ, വിജയമുള്ളൂ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.